മോഹൻലാലിനെ ഞാൻ തെറി വിളിച്ചിട്ടില്ല. ഇതിനിടയിൽ സിദ്ദിഖിക്ക വിളിച്ചു, ലാൽ സാർ എന്നെ വിളിച്ചു, വളരെ സന്തോഷമായി എന്നൊക്കെ CI പറയുന്ന വീഡിയോ ഏഷ്യാനെറ്റിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് കഴിഞ്ഞ ദിവസം എങ്ങനെ മോഹൻലാലിനെ അപമാനിച്ചു, ടെറിട്ടോറിയൽ ആർമി അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കേസ് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തു. അപ്പോൾ അത് സംബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നിരുന്നു. അപ്പോൾ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിന് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചെകുത്താൻ ഒളിവിൽ പോയിട്ടുണ്ടോ എന്നാണ്. ചെകുത്താൻ ഒളിവിൽ പോയിട്ടേ ഇല്ല. ഇന്നേ വരെ ചെകുത്താൻ ഒളിവിൽ പോയിട്ടില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒളിവിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. എന്നോട് 12 മണിക്ക് 8-ാം തീയതി 12 മണിക്കാണ് പോലീസ് വിളിച്ചു പറയുന്നത്, CI നാളെ 8 മണിക്ക് വരാനായിട്ട്. അതായത് 9-ാം തീയതി 8 മണിക്ക് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാണോ എന്നാണ് പറഞ്ഞിരുന്നത്. അതുപ്രകാരം ഇരിക്കുമ്പോൾ കാണുന്നത് 7 മണിക്ക് ഞാൻ ഒളിവിൽ പോയി എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിലെ വാർത്തയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ CI വിളിക്കുന്നുണ്ട്. അപ്പോഴും CI എന്നോട് പറഞ്ഞത് വാർത്തകൾ വിശ്വസിക്കണ്ട, നീ നാളെ രാവിലെ 8 മണിക്ക് വന്നാൽ മതി എന്നാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ രാവിലെ 8 മണിക്ക് CI പറഞ്ഞ പോലെ അവിടെ എത്തുന്നുമുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നെ ലോക്കപ്പിലാക്കുന്നതാണ് സംഭവിക്കുന്നത്. പിന്നെ അടുത്ത വാർത്തയെന്ന് പറയുന്നത്, പിറ്റേ ദിവസം കണ്ടത് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്നാണ്. അതാണിത്. ചെകുത്താനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തോ? എന്നെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഏഷ്യാനെറ്റിന് പറ്റിയൊരു തെറ്റാണ്. ഒളിവിൽ പോയ ഒരാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നതിനകത്തൊരു തമാശയുണ്ട്. ഈ ഒളിവിൽ പോയി അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് എന്നെ ലോക്കപ്പിലിടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരാൾ സ്വയം അവിടെ റിപ്പോർട്ട് ചെയ്താൽ അയാളെ ലോക്കപ്പിലിടാനും ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട് നടത്താനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തെളിവെടുക്കാനായിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ബബിലെ, ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, ഹലോ, അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മളെ ഇങ്ങനെ ഒരു ബെയിലബിൾ ഒഫൻസ് സ്റ്റേഷൻ ജാമ്യം തരാമെന്ന് പറഞ്ഞ് വിളിക്കേണ്ട കാര്യമൊക്കെ അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ ചെന്ന് ജാമ്യം എടുത്ത് വിട്ടാൽ മതിയല്ലോ. വേറെ എന്തൊക്കെയാ അതിനകത്ത് അങ്ങനെയുള്ളൊരു കേസ് വന്നാൽ ചെയ്യുന്നത്? അല്ല, വേറെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും നടത്തിക്കൊണ്ട് അത് നിങ്ങളെ മൊഴിയെടുക്കും. മൊഴിയെടുത്തിട്ട് നിങ്ങളെ ഇതില് എന്തൊക്കെയാ മീൻസ് എവിഡൻസ് എന്തൊക്കെയാണോ അവർക്ക് എടുക്കേണ്ടത്, ആ എവിഡൻസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്നോ നിങ്ങൾ എവിടെയാണോ വീഡിയോ ഇട്ടിട്ടുള്ളത് അതിന്റെ URL-ഉം കാര്യങ്ങളും ഒക്കെ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിശോധിക്കണം എന്താണ് ശരിക്കും നടന്നത് എന്നുള്ളത്. ആ പരിശോധന ഒക്കെ ആവശ്യമുള്ളൂ. കാരണം അതിൽ ബെയിലബിൾ ഓഫൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ബെയിലബിൾ ഓഫൻസ് ആണ്. സെക്കൻഡ് ഓഫ് ഓൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സൈബർ ക്രൈം പോലും അല്ല, അത്രയും ജസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈമാണ്. ഓക്കെ. പിന്നെ ഈ ഒളിവിൽ വാർത്തയുടെ സോഴ്സ് എവിടെയാണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് SHO ആണ് ഊർജിതമായ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ SHO എന്നോട് പറയുന്നത് അയാൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഫേക്ക് ന്യൂസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ ഈ തൊപ്പിയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണെങ്കിൽ അത് പോലീസാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ അത് അല്ലേ? ഹലോ. അതെ, ഈ പറയുന്ന പോലെ നമുക്ക് തോന്നുന്നത് ഇത് വെച്ചിട്ട് അങ്ങനെ ഒരു അറസ്റ്റിനുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ചീറ്റിപ്പോയി. കാരണം നമ്മള് അങ്ങോട്ട് വിളിച്ചിട്ട് ഈ പറയുന്ന പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ CI കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങോട്ട് ചെന്നാ മതി, കാര്യങ്ങൾ അവിടുന്ന് സ്റ്റേഷൻ ജാമ്യം തരുന്നു കൃത്യമായിട്ട് നിന്നോട് ഇൻഫോംഡ് ആയിരുന്നു നീ. അതെ, ഓക്കെ. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്നിട്ടാണ് പോകുന്നത്. ഈ സമയത്ത് അറസ്റ്റ് എന്ന് പറയുന്ന അറസ്റ്റും സറണ്ടറും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. അതായത് ഒരാള് പോയിട്ട് അവിടെ സറണ്ടർ ആവുന്നതും ഒരാളെ ഓടിച്ചിട്ട് പിടിച്ചിട്ട്
പിടിച്ചു കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ, അറസ്റ്റ് എന്ന് പറയുമ്പോൾ മുഴുവനാവണമെങ്കിൽ അത് മജിസ്ട്രേറ്റിന് എടുത്തു കൊണ്ടുപോയി അറസ്റ്റ് എന്താ പറയാ എഴുതിപ്പിക്കുമ്പോഴൊക്കെയാണ് അത് അറസ്റ്റ് എന്ന് പറയുന്നത് മുഴുവനാവുന്നത്. ഓക്കെ, ലോങ് ചെറിയ വേർഡ് അല്ല. സ്റ്റേഷനിൽ ജാമ്യം കൊടുക്കാൻ പറ്റുന്നതിലൊക്കെ അറസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാവാറില്ല സാധാരണ. അതേപോലെ വിളിച്ചു വരുത്തിയിട്ട് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടുന്ന, അതായത് ഒരു താക്കീത് പോലെ കൊടുത്തു വിടുന്ന ഒരു കാര്യമാണ്. ബാക്കി കേസ് കോടതിയിലും. ബാക്കി കേസ് കോടതിയിൽ. അതെ. പിന്നെ ഇതിനകത്ത് വാർത്തകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ മിലിറ്ററിയെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ്. ടെറിട്ടോറിയൽ ആർമിയെ ഞാൻ അപമാനിച്ചെന്നാണ് വാർത്തകളിൽ കാണുന്നത്. കേസിൽ അതൊന്നും ഇല്ല. ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു വീഡിയോയില് ഈ ടെറിട്ടോറിയൽ ആർമീനെ പറയുന്നതായിട്ടൊന്നും കാണുന്നില്ല. അതുമല്ല, മനുഷ്യന്റെ എന്താ പറയാ ഒരു കാര്യം അത് എടുത്തെടുത്ത് പറയുന്നു, ഇന്നത് ചെയ്യരുത്, ഇന്നത് ഇതാക്കരുത്, അത്ര മാത്രമേ ആ വീഡിയോയിൽ കാണുന്നുള്ളൂ. പക്ഷെ പൊതുവെ ഇവര് ഈ വാർത്തകളിലെല്ലാം അടിച്ചു വിടുന്നത് ഞാൻ ടെറിട്ടോറിയൽ ആർമിയെ അപമാനിച്ച ആളാണെന്നാണ്. ഇത് ടെറിട്ടോറിയൽ ആർമിയെ അപമാനിക്കലല്ല. അവിടെ ഒരു ഇൻസിഡന്റ് നടക്കുന്നു, അത് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ ഇതേപോലെ അല്ല ട്രീറ്റഡ് ആവുന്നത്. ഓക്കെ, അതെ. അവിടുന്ന് കേസ് അവര് കൊടുത്തിട്ട് ആ കേസ് വരേണ്ട സമയമായി, ആ കേസ് അങ്ങനെ തന്നെ വന്ന്. പക്ഷെ ഞാൻ ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത് ശരിക്കും ഒരു ഇൻസിഡന്റ് വാർത്താ ചാനലിൽ കണ്ട ഒരു കാര്യത്തില് എനിക്ക് ഉള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അതിൽ കൂടുതൽ അതിനകത്ത് മിലിറ്ററി ഇൻസൾട്ട് ചെയ്യാൻ ഒരു ഉദ്ദേശവും എനിക്കില്ല. മിലിറ്ററി ഞാൻ ഇൻസൾട്ട് ചെയ്യത്തുമില്ല. പിന്നെ അടുത്തത് വേറൊരു സാധനം ഇവർ പറയുന്നത് മോഹൻലാലിനെ തെറി വിളിച്ചെന്നാണ്. മോഹൻലാലിനെ ഞാൻ തെറി വിളിച്ചിട്ടില്ല. മോഹൻലാലിനെ ഞാൻ തെറി വിളിക്കത്തുമില്ല. മോഹൻലാലിനെ തെറി വിളിച്ചായിട്ടൊന്നും എനിക്ക് അതിനകത്ത് പറഞ്ഞിട്ടുമില്ല. മോഹൻലാലിനെ എങ്ങനെയാണ് തെറി വിളിക്കുന്നത്? പക്ഷേ ഒരു കാര്യം എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ആ പേര് ഇങ്ങനെ എടുത്തിട്ട് ഒരു റിപ്പീറ്റേഷൻ വന്നതുകൊണ്ടായിരിക്കും ഈ ഒരു കാര്യം പറഞ്ഞത്. പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എടുത്തിട്ട് വളച്ചൊടിച്ചതാവാം. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും ഉള്ള ഒരു പ്രാധാന്യമാണ് ഈ മോഹൻലാലിനെ തെറി വിളിച്ചു, മോഹൻലാലിനെ ആക്ഷേപിച്ചെന്ന് വാർത്തകളാണ്. ഇതെല്ലാം വാർത്തകൾ സംബന്ധിച്ചും പോലീസിന്റെ ഇടപെടൽ സംബന്ധിച്ചുമാണ്. ശരിക്കും ഈ കേസ് വന്നപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ പറയാ, നമ്മള് ബസ്സിൻ്റെ ഉള്ളിന്ന് ഒരാളെ പേഴ്സൊക്കെ ആക്ടേഴ്സ് വലിച്ചിട്ട് കള്ളൻ എന്നും പറഞ്ഞിട്ട് അവര് പുറകെ ഓടിയ സിറ്റുവേഷൻസ് ഒക്കെ പ്രൊമോഷന് വേണ്ടിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സിനിമ പ്രൊമോഷൻസിന് അങ്ങനെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് നമ്മള്. അതേപോലെ ഒരു സിനിമ പ്രൊമോഷൻ പോലെയുള്ള എന്തോ ഒരു ഏർപ്പാട് ഇതിനുള്ളിൽ നടക്കുന്നുണ്ടോന്നാണ് എനിക്കറിയില്ല. എനിക്ക് ഈ ഒരു ഫുൾ ഇത് കാണുമ്പോഴത്തേന് അതൊരു സ്ക്രിപ്റ്റഡ് ആണോന്ന് നിങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സ്ക്രിപ്റ്റഡ് ആയി തോന്നുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്. കാരണം ഈ വ്യാജ വാർത്തകൾ വിടുന്നത്, അതിനോടൊപ്പം പാരലായിട്ട് മറ്റു വാർത്തകൾ ഇതിനെ ഈ പറഞ്ഞ പോലെ അപമാനിച്ചു, മിലിറ്ററി അപമാനിച്ചു, മോഹൻലാൽ അപമാനിച്ചു, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പ്രൊമോട്ടിങ് അതിന്റെ എന്താണ് അവർക്ക് അതിന്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നാലും നമ്മള് എന്താ പറയാ, കാണുമ്പോ നമുക്ക് ഒരു കുറച്ചെങ്കിലും നമ്മള് മനസ്സിലായ ഒരു കാര്യമാണ്. ഇത്രത്തോളം ഒന്നും ഇല്ലാത്തൊരു കേസിനെയാണ് എടുത്തിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് പേടിപ്പിക്കുക, എല്ലാരും ഒന്ന് അടക്കി നിർത്തുക എന്നുള്ള. അവര് പിന്നെ പറഞ്ഞ വീഡിയോസിലൊക്കെ ഈ പറയുന്ന സാറുമാര് കൊടുത്തിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ, അതിലൊക്കെ ഒരു ഭീഷണി തന്നെ, ഒരു ലൈഫ് ത്രെട്ടനിങ് ഭീഷണി തന്നെ അതിൽ നിലനിന്നിരുന്നു. അവർക്ക് ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവര് ജീവൻ ഹാനി ഉണ്ടാക്കാനുള്ള ഇതായിട്ടുള്ള കാര്യങ്ങൾ നടത്തും എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഭീഷണിയിലും നിലനിന്ന് പോയിരുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. പിന്നെ പൊതുവായിട്ടുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾ പോലീസിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും ആർമിയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഈ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടോ എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിപ്പോൾ ഏത് അവസ്ഥയിലാണ്, ഇതിപ്പോൾ ആർമിയുടെ ഭാഗത്താണെങ്കിലും പോലീസിൻ്റെ ഭാഗത്താണെങ്കിലും എന്തെങ്കിലും ഒരു ഇതിനകത്തെല്ലാം മനുഷ്യനാണ് ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ. ഇപ്പോൾ ഈ മനുഷ്യനൊരു കുറ്റം ചെയ്താലോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താലോ ലോയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നതല്ല അതിൻ്റെ അഭിപ്രായം പറയുന്നത്. അത് ആ വ്യക്തികൾ ചെയ്യുന്ന പ്രശ്നം കൊണ്ട് ഈ ലോയ്ക്ക് തന്നെ നാണക്കേടുണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പൊതുവേ ഒറ്റയടിക്ക് എല്ലാവരുടെ നിയമത്തിന് വിശ്വാസം ഇല്ലാത്ത ഒരാൾ അല്ലെ ആർമിയെ അല്ലെ അപമാനിക്കുന്ന ഒരാൾ എന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നത്
ഒരു ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. മനസ്സിലായി? ഇതിനകത്ത് ഒരാൾ കുറ്റക്കാരൻ അല്ലെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചതിനെ പറ്റി അല്ല, ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനെ പറ്റി അല്ല ഇവരാരും സംസാരിക്കുന്നത്. ഓൾറെഡി മേജർ രവിക്കെതിരെയൊക്കെ നേവി ഓഫീസറൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ട് ഈ വിഷയമായിട്ട് സംബന്ധിച്ച്. അപ്പോൾ ഞാനൊരു ഈ വാർത്താ ചാനലിലൂടെ ഈ ഇൻസിഡൻറ്റ് കണ്ടപ്പോൾ ഞാൻ പറയുന്ന കമൻറ്റിൽ ഒരു വാക്ക് അല്ലെങ്കിൽ 1-2 വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് ഈ രീതിയിലൊക്കെ വാർത്തകളാക്കി മാറ്റി ഒരാളെ ജയിലിൽ കൊണ്ടിട്ട് രീതിയിൽ ഫോട്ടോ എടുത്ത് പോലീസാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അവിടെ വേറെ മീഡിയക്കാരോ മറ്റാരും അല്ല ഫോട്ടോ എടുത്തിരിക്കുന്നത്, പോലീസുകാരാണ് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയ മുഴുവൻ ഞാൻ കാണുന്നുണ്ട്. പട്ടാളക്കാര് റിയൽ ഹീറോസ് ആവുമ്പോ പോലീസിന് എന്തെങ്കിലും ഇതേപോലത്തെ ഒന്നും ചെയ്ത് ഫേമസ് ആവണ്ടേ? പിന്നെ പോലീസിനെ സ്വാധീനിച്ചതായി സംശയമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പോലീസിനല്ലാതെ ഇതിനു മുമ്പ് ഇതുപോലത്തെ സിമിലർ കേസസ് പട്ടാളക്കാരെ തല്ലി ചതച്ച കേസുകളുണ്ട്. പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ഇതിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും, അതായത് പട്ടാളത്തെ അവമാനിച്ചു എന്ന് പറഞ്ഞ് മുന്നേക്ക് വന്ന ആരും ഇതിനു മുമ്പ് ഇവിടെ ഈ പട്ടാളക്കാരെ തല്ലി ചതച്ചപ്പോഴൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ എൻ്റെ കാര്യത്തിൽ മാത്രം സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുക്കുകയും ഇത്രയും വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടത്തി മീഡിയയിലിട്ട് ഇത്രയും കാണിച്ചതും അപ്പോൾ പോലീസിന് പ്രത്യേക താല്പര്യമുണ്ട്. മാത്രമല്ല ഇതിനിടയിൽ സിദ്ദിഖിക്ക വിളിച്ചു, ലാൽ സാർ എന്നെ വിളിച്ചു, വളരെ സന്തോഷമായി എന്നൊക്കെ CI പറയുന്ന വീഡിയോ ഏഷ്യാനെറ്റിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പോലീസ് ഓഫീസർ അങ്ങനെ പറയാനൊന്നും പാടില്ല. പിന്നെ എനിക്ക് മുട്ടം പണി വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മിലിറ്ററി എന്തോ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ എന്നോട് ഇതൊക്കെ നേരിട്ട് തന്നെ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ ആദ്യത്തെ കാര്യം ഞാൻ മെഡിക്കൽ ഓഫീസറുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ എൻ്റെ ഹെൽത്ത് ഇച്ചിരി മോശമാണ്, അത് പറയേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് മെഡിസിൻ വേണം, ഞാൻ മെഡിസിൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഇതിപ്പോൾ അവഗണിക്കുക. എന്നിട്ട് അവസാനം ഇവിടെ വന്ന് കയറി കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ മെഡിസിൻ കിട്ടുന്നത്. എൻ്റെ വീട്ടിൽ അവിടെ കൂട്ടുകാരെ അടുപ്പിക്കുന്നില്ല, എന്തോ ഭയങ്കര കുറ്റവാളികളെ മാറ്റി നിർത്തിയേക്കുന്ന പോലെ മാറ്റി നിർത്തുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് മെഡിസിൻ എടുത്ത് കഴിക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളും അവർ അവഗണിച്ചിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ്, മോഹൻലാൽ, മേജർ രവി, അത് ആ പേര് വിട്ടു, ഇവരെല്ലാം എപ്പോഴും ഈ പറഞ്ഞ പോലീസ് ഓഫീസറായിട്ട് കമ്മ്യൂണിക്കേഷനിലാണ്. അവരെല്ലാം കൂടിയിരുന്ന് പ്ലാൻ ചെയ്യുന്ന പോലെ ഓരോരോ വകുപ്പുണ്ടെങ്കിൽ എടുക്ക്, നമുക്കിവനെ അകത്താക്കാം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. പോകുന്ന വഴി, അതായത് എറണാകുളത്തോട്ട് വരുന്ന വഴിക്ക് എല്ലാം പോലീസുകാർ ചെയ്യുന്ന പണികൾ ഇതൊക്കെയാണ്. പിന്നെ മറ്റെന്തോ മറയ്ക്കാൻ എല്ലാവരും കൂടെ സ്ക്രിപ്റ്റഡായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്, ഈ 10 ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് അപ്പുറത്തോട്ട് നമുക്ക് എന്താ പറയാനുള്ളതെന്നൊന്നും ഇതുവരെ ഇത്രയാണ് സംഭവിച്ചേക്കുന്നത്. അജു ഒരു ഇത് കൊടുത്തില്ലേ ഇതിനെതിരെ? ഞാൻ CIക്കെതിരെ പത്തനംതിട്ട SP-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കൃത്യനിർവഹണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്, നമ്മളെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം വ്യക്തമായ തെളിവുകൾ ഏഷ്യാനെറ്റ് വാർത്തയ്ക്കകത്ത് തന്നെ ഈ CIയുടെ പെരുമാറ്റം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇതൊക്കെ മനസ്സിലാക്കാൻ. വേറെ ഇതിനു മുമ്പുണ്ടായ പല പ്രതികളെ ഞാൻ ഇങ്ങനത്തെ ഒരു ഫോട്ടോയിൽ കണ്ടിട്ടുമില്ല. ഈ ഫോട്ടോ ഞാൻ ആദ്യമായിട്ട് കാണുക. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ആളെ പിടിച്ചു നിർത്തി എവിടെയെങ്കിലും പോലീസുകാർ ഫോട്ടോ എടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാ മീഡിയയിലും ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഇതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ കുറ്റവാളി ഇപ്പോൾ കേരളത്തിലെ ഞാനാണ്. ഇതുപോലൊരു കുറ്റവാളിയെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു ഫോട്ടോ പ്രചരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ.